അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു രാമശ്ശേരി ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2-3 പീസ് കായം വറുത്തെടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പരിമാറ്റാം. കായം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പരിമാറ്റാം. കടലപ്പരിപ്പ് നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. കടലപ്പരിപ്പ് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി അരി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി 1 കപ്പ് ഉഴുന്ന് നമുക്കിതുപോലെ ചെറുതീയിലിട്ട് നന്നായിട്ട് വറുത്തെടുത്ത് വയ്ക്കാം. ഹൈ ഫ്ലെയിമിലിടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത്. ഇഡ്ഡലിക്കും ദോശയ്ക്കും എന്തിനൊപ്പം കഴിക്കാം. കൂടുതലും ഇഡ്ഡലിക്കും ദോശയ്ക്കുമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കുഴച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഉഴുന്ന് ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു 4 വറ്റൽമുളക് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ മുളക് കോരി മാറ്റാം. ഇനി ഏകദേശം 1 സ്പൂൺ കുരുമുളക് വറുത്ത് മാറ്റാം. കുരുമുളക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു 1/2 സ്പൂൺ കറുത്ത എള്ള്, എല്ലാം നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഉഴുന്നും കടലപ്പരിപ്പും കായവും അരിയും എള്ളും കുരുമുളകും വറ്റൽമുളകും എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സിയിലെ ഉണങ്ങിയ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇഡ്ഡലി ദോശ എല്ലാത്തിനൊപ്പം നമുക്ക് ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കഴിക്കാം. എയർ ടൈറ്റുള്ള നല്ല അടപ്പിൽ വെച്ചാൽ, നല്ലൊരു ടിന്നിൽ അടച്ച് വെച്ചാൽ നമുക്ക് ഏകദേശം 1 മാസത്തോളം ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.